രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തത്സമയ ദൃശ്യങ്ങളാണിത്. ഇതാ നദിക്കരയിൽ രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് വരുന്ന മിനിറ്റുകളുടെ പ്രധാനപ്പെട്ട നിർണായക വിവരങ്ങളാണ്. അവിടെ ആ 3 JCB നിന്ന് നടത്തുന്ന മണ്ണുമാന്തൽ, അത് പ്രധാനപ്പെട്ട വിവരം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. സിദ്ധരാമയ്യ അവിടെ മുഖ്യമന്ത്രി, അദ്ദേഹം നടത്തുന്ന സന്ദർശനം, ആ സന്ദർശനത്തിന് ശേഷം ചില പ്രധാനപ്പെട്ട നിർണായക വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുമെന്ന സൂചന കൂടി വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ വിവരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആ രക്ഷാപ്രവർത്തനം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു എന്നതാണ് സാഹചര്യം. അല്പസമയം മുമ്പാണ് സിദ്ധരാമയ്യയും വലിയ ഉദ്യോഗസ്ഥ വൃന്ദവും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ അവിടേക്ക് എത്തിയത്. അവിടെ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. കേരളത്തിന്റെ അതിർത്തിയിൽ നിന്നും 300 കിലോമീറ്റർ അകലെയാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. അവിടേക്കാണിപ്പോൾ ഈ രക്ഷാപ്രവർത്തനം വളരെ വേഗം കൈവരുന്നത്. അങ്ങേറ്റം പരിസ്ഥിതി ദുർബലമായ മേഖലയാണ്. അവിടെ ദേശീയപാത നിർമ്മാണത്തിൽ അശാസ്ത്രീയതകൾ നിരവധി ചൂണ്ടിക്കാട്ടാനുണ്ട്. അവിടെ മണ്ണിടിച്ചിൽ മേഖലയാണ്. അതിൻ്റെ മുൻകരുതലുകളും ജാഗ്രതകളും ഒന്നും ഉണ്ടാവാത്ത തരത്തിലാണ് ആ റോഡ് നിർമ്മാണം അവിടെ നടന്നത് എന്നതൊക്കെയാണ് ഉയരുന്ന ആക്ഷേപം. അങ്ങനെ ഈ വലിയ മഴക്കാലത്ത് അവിടെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ അതിൽ ദുരന്തത്തിൽപ്പെട്ടത് നിരവധി വാഹനങ്ങളാണ്. വലിയ ദുരന്തമാണ് ഉണ്ടായത്. അവിടെയാണിപ്പോൾ ഈ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത്. ഇപ്പോഴും അവിടെ മഴ മാറിയിട്ടില്ല. മഴ അനുഭവപ്പെടുന്നു, ശക്തമായ മഴ ആ മേഖലയിൽ അനുഭവപ്പെടുന്നു എന്നതാണ്. അതിനിടയിലാണ് രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാവരും കാത്തു നിൽക്കുന്നത് ഈ 6ാം ദിവസം, ദുരന്തത്തിന് ശേഷം 6ാം ദിവസം അവിടെ മണ്ണിനടിയിൽ പൂണ്ടുപോയവരെ കുറിച്ചുള്ള വിവരങ്ങളാണ്. അതിനുള്ള കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിനൊടുവിലാണ് നമുക്ക് ആ വിവരങ്ങൾ തരേണ്ടത്. പ്രേക്ഷകരും കാത്തിരിക്കുക. നമ്മൾ മലയാളികൾ, ഒപ്പം ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ ബന്ധുക്കൾ അവരെല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ആ ദുരന്തത്തിനൊരു വ്യക്തതയുണ്ടാവും. ശക്തമായ മഴ അനുഭവപ്പെടുന്നു. ബൈജു, മഴ വീണ്ടും ശക്തമാവുകയാണല്ലേ? അതിശക്തമായ മഴയാണ് ഈ പ്രദേശത്ത്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടുന്ന് ഒരു മിനിറ്റ് പോലും നമ്മൾ മാറിയിട്ടില്ല. കാരണം നമുക്ക് ഏത് സമയത്തും ആ ഒരു നല്ല വാർത്ത ലഭിക്കും. അതുകൊണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ നമ്മൾ ഈ പ്രദേശത്ത് തന്നെ രാവിലെ മുതലുണ്ട്. പക്ഷേ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ വളരെ ശക്തമായ കാറ്റും അതുപോലെ തന്നെ വലിയ തോതിലുള്ള മഴയും അനുഭവപ്പെടുന്നു. തണുത്ത് ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. മാത്രമല്ല, നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തിന് തൊട്ട് മുകളിലെ മലയുടെ മുകളിൽ നേരിയ തോതിലുള്ള മലയിടിച്ചിലൊക്കെ ഉണ്ട്. ഏതായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ സംഭവ സ്ഥലത്ത് ഇപ്പോൾ ഉണ്ട്. പക്ഷേ വലിയ അപകട അവസ്ഥയിലുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ്. ഈ മലയിൽ നിന്നും മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്നൊരു ഭീഷണി പോലും നിലനിൽക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഉടൻ തന്നെ ഇവിടുന്ന് മടങ്ങുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അത്രത്തോളം ചെളിയും ഇവിടെ ഭൂപ്രകൃതിയെ വീണ്ടും മാറിയ ഒരു സാഹചര്യം. ചെളി നിറഞ്ഞ വെള്ളം ഒഴുകി തുടങ്ങി. അതുമാത്രമല്ല, ഈ പുഴയിലും നീരൊഴുക്ക് കൂടുതൽ രാവിലെ കാണുന്നതിനും കൂടുതലായി നമുക്ക് ഇപ്പോൾ വർദ്ധിച്ചതായി നമുക്ക് കാണുന്നുണ്ട്. അത്തരത്തിൽ നേവിയുടെ തിരച്ചിൽ, ഇപ്പോൾ പുഴയിൽ നിന്നുള്ള തിരച്ചിൽ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്നു. വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ് പുഴയിൽ തിരച്ചിൽ നടത്തുന്നതിന്. ഇപ്പോൾ പ്രധാനമായും ഈ വാഹനം കണ്ടെത്തിയെന്ന് സ്ഥിരീകരിക്കാതെ വിവരം ലഭിച്ച ആ സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. നേരത്തെ നാട്ടുകാർ പറഞ്ഞത് നമ്മുടെ അർജുന്റെ ലോറി കൂടാതെ ഒരു ഓട്ടോ, ഒപ്പം ഒരു ആൾട്ടോ, ഇത്രയും 3 വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു നിന്നുള്ളവർ പറഞ്ഞത്. ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരണമെന്നുണ്ട്. ഏത് വാഹനമാണ് കണ്ടെത്തിയത്? ഇനി അർജുന്റെ വാഹനമാണോ, അതല്ല ഓട്ടോറിക്ഷയുണ്ട് ഇവിടെ, അതുപോലെ തന്നെ ഒരു ആൾട്ടോ ഉണ്ട്. 3 പേരുണ്ട് ഈ മണ്ണിനടിയിൽ. അവർ ഏത് രീതിയിലാണ് അവർ ജീവനോടുണ്ടോ എന്നതും വലിയ ചോദ്യചിഹ്നമാണ്. പക്ഷേ അർജുന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. അത്തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് നേരത്തെയൊക്കെ വിവരങ്ങളാണ് നമുക്ക് നേരത്തെ വന്നത്. മൊബൈൽ ഫോൺ റിംഗ് ചെയ്തത്, എഞ്ചിൻ കഴിഞ്ഞ ദിവസം വരെ ഓണായി ഉണ്ടായത്, ഇത്തരത്തിൽ നിരവധി വിവരങ്ങൾ, GPS സിഗ്നൽ കൃത്യമായി അത്തരം വിവരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് സൈന്യം കൂടി രംഗത്തെത്തുന്നത്. എന്നാലും ഇവിടെ നിൽക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള അതിതീവ്ര മഴയാണിപ്പോൾ. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. രക്ഷാപ്രവർത്തനം ഏതാണ്ട് പകുതിയായി കുറഞ്ഞിരിക്കുന്നു. 1-2 JCB മാത്രം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ്. ഒരു പക്ഷേ മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്ന ആശങ്ക ഉള്ളതുകൊണ്ടായിരിക്കാമോ അറിയില്ല. 2 JCB മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുള്ളൂ. അവിടെ നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ നമുക്ക് ശക്തമായ കാറ്റാണ് ഈ പ്രദേശത്ത്. ഇന്ന്
ഇത്തരത്തിലൊരു കാലാവസ്ഥ നമ്മൾ കണ്ടിട്ടേ ഇല്ല. അത്തരത്തിൽ മഴ ഉണ്ടായിരുന്നെങ്കിലും മഴ മാറി വീണ്ടും വെയിൽ വരുന്ന സാഹചര്യമാണെങ്കിൽ ഇപ്പോൾ വളരെ മോശം കാലാവസ്ഥയാണ്. വളരെ അപകടകരമായ സാഹചര്യത്തിലാണ് നമ്മൾ പോലും ഇവിടെ നിൽക്കുന്നത്. പക്ഷേ നമുക്ക് അതിനും അപ്പുറം അർജുനെ കണ്ടെത്താൻ ഏത് രീതിയിലും അർജുനെ കണ്ടെത്തുക, അതിനായി എത്രത്തോളം സമ്മർദ്ദം മാധ്യമങ്ങൾ വഴി ഉണ്ടാക്കാൻ പറ്റുമോ അതിന് നമ്മൾ മുൻകൈയെടുക്കുക. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. പക്ഷേ അത് വിജയം കാണുമ്പോഴും പ്രകൃതി വലിയ രീതിയിൽ പ്രകൃതിയുടെ മാറ്റം, അത്തരത്തിൽ ശക്തമായ മഴ, പ്രതികൂലമായ സാഹചര്യം നമ്മൾ രാവിലെയൊക്കെ മഴ കണ്ടിരുന്നെങ്കിലും അത് ഏതെങ്കിലും തരത്തിൽ ഈ തിരച്ചിലിന് ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായ സാഹചര്യമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ എല്ലാ JCBകളും ഇപ്പോൾ തിരച്ചിൽ നിർത്തിയ ഒരു സാഹചര്യമാണ്. അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം മാറിയ സാഹചര്യമാണ്. അവിടെ ഇപ്പോൾ ആരെയും കാണാനില്ല. 2-3 JCBകൾ മാത്രം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എന്നാലും മുഖ്യമന്ത്രി ആ സ്ഥലത്തിന് തൊട്ടടുത്ത് മുഖ്യമന്ത്രിയും സംഘവും അവിടെ ഉണ്ട്.